നമസ്കാരം. ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഏതിനാണ് എന്ന്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആവശ്യപ്പെടുക? മിക്കവാറും ആളുകൾ പറയുക, എനിക്ക് നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല ജോലി വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല ആരോഗ്യം വേണം എന്നൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ പറയും, ശരിയല്ലേ? എന്ന് വെച്ചാൽ തീർച്ചയായും ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെ, അക്കാര്യത്തിൽ നിന്ന് യാതൊരു തർക്കവുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണെന്നറിയാമോ? മനസ്സമാധാനവും സന്തോഷവുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. എന്നാൽ വർത്തമാനകാല ലോകത്ത് 99.9% ആളുകൾക്കും ഇല്ലാത്തതും ഈ പറയുന്ന സന്തോഷമാണ് എന്നുള്ളതാണ്. കാറും വീടും പണവും സമ്പത്തും ആരോഗ്യവും നല്ല റിലേഷൻഷിപ്പും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെ. മാത്രമല്ല ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതുമാണ്, യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. മാത്രവുമല്ല, ഞാൻ ഇത്രയും നേരം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കുണ്ട് എങ്കിൽ പിന്നെ സ്വാഭാവികമായും സന്തോഷവും നമുക്കുണ്ടാവില്ല എന്നതായിരിക്കും. എന്നാൽ ഇതൊക്കെ ഉണ്ടായാലും മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയാമോ? ഇതൊക്കെ ലഭിക്കുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന സന്തോഷവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നിയ സന്തോഷവും ശാശ്വതമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളുടെ സന്തോഷം പോവില്ലേ? ഉദാഹരണത്തിന്, നമ്മളിപ്പോഴൊരു കാറ് വാങ്ങി, ആ കാറ് വാങ്ങി കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ പുതുമയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാറ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി, അതോടുകൂടി അതിലൂടെയുള്ള സന്തോഷം നമ്മൾക്ക് കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു നല്ല LED TV വാങ്ങി. ആ TV നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ആ ടിവിയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ അപ്ഡേറ്റഡ് ആയ മറ്റു തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ടുള്ള TV ഇറങ്ങിയ സ്വാഭാവികമായും അത് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വന്നു. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സാംസങ്ങിൻ്റെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏറ്റവും വില കൂടിയ ഒരു ഫോൺ വാങ്ങിയെന്നിരിക്കട്ടെ. കുറച്ച് ദിവസത്തേക്ക് ആ ഫോൺ ആളുകളെയൊക്കെ കാണിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കൂടുതലുള്ള ആളുകളൊക്കെ അതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷമൊക്കെ തോന്നാം. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞു പോകുന്തോറും അതിനേക്കാൾ അപ്ഡേറ്റഡ് ആയ ഫോണുകൾ ഇറങ്ങും. അതുമാത്രമല്ല, ആ ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പുതുമ നഷ്ടപ്പെടുമ്പോൾ അതിലൂടെയുള്ള സന്തോഷവും കുറഞ്ഞു പോകും. അപ്പോൾ അതാണ് കാര്യം, നമ്മൾ ഒന്നിലും തൃപ്തരല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിൽ ഊന്നിയുള്ള സന്തോഷം ശാശ്വതമല്ല, അത് യഥാർത്ഥ സന്തോഷമല്ല എന്നത് ശരിയല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പലതിലൂടെയും സന്തോഷം തേടി നടക്കുകയാണ്. അതുതന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നവും. നമ്മൾ സന്തോഷം തേടി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സന്തോഷം ലഭിക്കാത്തത്. സന്തോഷം ഒരിക്കലും പുറമേ നിന്ന് നമ്മൾ തേടി പിടിച്ചെടുക്കേണ്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത്, നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ സന്തോഷം നമ്മളുടെ തലച്ചോറിൽ നിന്നാണ്. നമ്മളുടെ തലച്ചോറിലുള്ള വിവിധങ്ങളായ ന്യൂറോ കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ ഹോർമോണുകളാണ് നമ്മൾക്ക് ശരിക്കും സന്തോഷം തരേണ്ടത്. എന്ന് വെച്ചാൽ ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മളുടെ മൂഡിനെയും സന്തോഷത്തെയും നിശ്ചയിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലുള്ള ഈ ഹോർമോൺസ് ഒക്കെ ആക്റ്റീവാക്കാൻ നിങ്ങളുടെ ബാഹ്യമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ആ ബാഹ്യ സാഹചര്യങ്ങളൊക്കെ തന്നെയും
നിങ്ങളുടെ തലച്ചോറിലുള്ള ഹാപ്പി ഹോർമോൺസിനെ ആക്റ്റീവ് ആക്കാനുള്ള ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ഈ ബാഹ്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മൾക്ക് സന്തോഷം ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് അർത്ഥം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേക്ക് വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ സാധാരണ കേക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരാൾ ഒരു കഷ്ണം കേക്ക് കൊണ്ടുതന്ന് അത് കഴിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമോ? എന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമ്മളുടെ ബാഹ്യ സാഹചര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിച്ചു കൊള്ളണമെന്നില്ല എന്നാണ് അതിനർത്ഥം. നമ്മുടെ ബാഹ്യ സാഹചര്യവും മൂഡും ഒക്കെ ഇതിൽ ബാധകമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണുകളാണ് നമ്മളുടെ മൂഡിനെയും സന്തോഷത്തെയും ഒക്കെ തീരുമാനിക്കുന്നത് എന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ തലച്ചോറിലുള്ള ഈ കെമിക്കൽസിനെ നമ്മളുടെ തലച്ചോറിനകത്ത് ഉത്തേജിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ നമ്മളുടെ സന്തോഷത്തിന്റെ കാര്യം പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ സന്തോഷം തേടി പുറത്തെവിടെയും അലയേണ്ടതില്ല എന്നർത്ഥം. അങ്ങനെ നമ്മളുടെ തലച്ചോറിനുള്ളിലുള്ള ഈ കെമിക്കൽസിനെ ഉത്തേജിപ്പിച്ചെടുക്കാൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ചില പ്രാക്ടീസുകൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഡോപ്പമിനായാലും എൻഡോർഫിനായാലും ഓക്സിറ്റോസിനായാലും സെറാട്ടോണിനായാലും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഉണർത്താനും എപ്പോഴും ആക്റ്റീവായി നിലനിർത്താനും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഒരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് വളരെ പോസിറ്റീവായി നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് മെഡിറ്റേഷൻ ആയിരുന്നാൽ പോലും നമ്മളുടെ ഡോപ്പമിനെ ട്രിഗർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള മെഡിറ്റേഷൻസ് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ പ്രത്യേകിച്ചും ഡോപ്പമിനെ ട്രിഗർ ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇത്തരത്തിൽ ഓരോ വ്യക്തികൾക്കും യോജിക്കുന്ന മെഡിറ്റേഷൻസ് പരിശീലിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ എന്നെ കാണാൻ വേണ്ടി പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് വരാറുണ്ട്. അത്തരത്തിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ ഞാൻ ആദ്യം തന്നെ അവരുടെ ചക്രാസിനെയൊക്കെ ഗ്ലെൻസ് ചെയ്ത് അതുവരെ അവരുടെ ഓറയിൽ കടന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് വേഗത്തിൽ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. എന്തു തന്നെയായാലും മെഡിറ്റേഷൻസ് പരിശീലിക്കുക എന്നത് നമ്മളുടെ ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ട്രിക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക്, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട നിങ്ങളുടെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ ചിട്ടയായി ചെയ്തു തീർക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ലിസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പടിപടിയായി ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും സന്തോഷവും നിറയും. നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാവുകയും നിങ്ങൾക്ക് സ്വയം അഭിമാനവും സന്തോഷവും തോന്നുകയും ചെയ്യും എന്നുള്ളതാണ്. ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരീരത്തിന് മൂവ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കും തോറും ഡോപ്പമിൻ പോലുള്ള കെമിക്കൽസുകൾ കൂടുതൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കും. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിന്റെ സന്തോഷത്തിനു കൂടി വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് ആവുന്നത് പോലെ, ഉദാഹരണത്തിന് നിങ്ങളൊരു കവിത എഴുതുക, ഒരു കഥ എഴുതുക. അതിപ്പോൾ അത്ര വലിയ കാവ്യ ഭാവനയിലൂടെ ഒന്നും ആയിക്കൊള്ളണമെന്നേ ഇല്ല. അതുമല്ലെങ്കിൽ ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം സൃഷ്ടിച്ച് അതിലെ പരിപാലിക്കുക. അതുമല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സാരമായ വസ്തുക്കൾ കൊണ്ടുള്ള എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലേതെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉണ്ടാവും. മറ്റൊന്ന്, ഫിസിക്കൽ ടച്ചിലൂടെ ഇത്തരത്തിലുള്ള ഹോർമോണുകളെ
പ്രത്യേകിച്ചും ഓക്സിറ്റോസിനെ ഉത്തേജിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. വളരെ നിസ്സാരമായി പറഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ട് നടന്നാൽ പോലും ഓക്സിറ്റോസിൻ ട്രിഗർ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വെറുതെ ഒന്ന് ഹഗ് ചെയ്താൽ ഓക്സിറ്റോസിൻ ട്രിഗർ ആവും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നമ്മൾ സോഷ്യലൈസ്ഡ് ആവുക എന്നതും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എത്രയധികം സോഷ്യലൈസ്ഡ് ആവുന്നോ അത്രയധികം നമ്മളുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ശരീരം മസാജ് ചെയ്യുക എന്നുള്ളത്. പണ്ടുകാലത്ത് എല്ലാ ആളുകളും ദിവസേന എണ്ണ തേച്ച് കുളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ശരീരത്ത് മൊത്തം എണ്ണ തേച്ച് പിടിപ്പിക്കുക, മസാജ് ചെയ്യുക, തല മസാജ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾ സ്വയം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഇത് കേട്ടപാടെ മസാജ് പാർലറിലേക്ക് ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതൊന്നും വേണ്ട. കുറച്ച് സമയം ചെരുപ്പിടാതെ നമ്മളുടെ സാധാരണ മണ്ണിലൂടെയും ചരലിലൂടെയും ചവിട്ടി ഒന്ന് നടന്നു നോക്കൂ. അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോണുകളെ ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ എൻഡോർഫിൻ ട്രിഗർ ആവുകയും എൻഡോർഫിനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒന്നുകിൽ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും തമാശയൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുക. അതുമല്ലെങ്കിൽ വിഷമം വരുന്ന സമയത്ത് അത് പൊട്ടിക്കരഞ്ഞ് തീർക്കുക. രണ്ടായാലും നിങ്ങളുടെ ഉള്ളിലെ എൻഡോർഫിൻ്റെ ഉൽപ്പാദനം കൂട്ടും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഒന്ന് കുറച്ച് സമയം പൊട്ടിക്കരഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു സമാധാനം തോന്നാറില്ലേ? ഇതാണ് അതിൻ്റെ രഹസ്യം. വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയേ ചെയ്യരുത്. അത്തരത്തിൽ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ പരിശീലിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. സന്തോഷം അന്വേഷിച്ച് പുറമേ അലഞ്ഞ് തിരിയാതിരിക്കുക. കാരണം പുറമേ നിന്ന് ലഭിക്കുന്ന സന്തോഷം ശാശ്വതമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സന്തോഷത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇത് മറ്റ് ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.